നമ്മളെ ഈ ലോകത്തേക്ക് എത്തിച്ചവരെ വർഷത്തിൽ ഒരിക്കൽ എങ്കിലും നന്ദിയോടെ ഓർക്കാൻ നമ്മുടെ സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്ന ദിവസമാണ് കർക്കിടകവാവ്. നമ്മൾ ഇന്നർപ്പിക്കുന്ന ഒരു പിടി ചോറും കുറച്ച് എള്ളും ഒരു തുള്ളി ജലവും യഥാർത്ഥത്തിൽ ആരിലേക്കാണ് എത്തുന്നത്? കർക്കിടകവാവ് ബലി ഇത് വെറും ഒരു ആചാരമാണോ, അതോ നമുക്ക് അറിയാത്ത ഒരു വലിയ ആത്മീയ സന്ദേശമാണോ? ഇന്ന് അതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. കേരളത്തിലെ ഏറ്റവും പുണ്യമേറിയ ദിവസങ്ങളിൽ ഒന്നാണ് കർക്കിടകവാവ്. ഈ ദിവസം ആയിരക്കണക്കിന് ആളുകൾ കടൽ തീരങ്ങളിലും നദീതീരങ്ങളിലും ക്ഷേത്രങ്ങളിലും എത്തി ബലിയർപ്പിക്കുന്നു. പലർക്കും അറിയാവുന്നത് ഒരു കാര്യം മാത്രം: പിതൃക്കൾക്ക് വേണ്ടിയാണ് ബലി. പക്ഷേ അതിന്റെ യഥാർത്ഥ അർത്ഥം അതിലും വളരെ വലുതാണ്. കർക്കിടകവാവ് ബലി എന്നത് അച്ഛനെയും അമ്മയെയും മാത്രം ഓർക്കുന്ന ഒരു ചടങ്ങല്ല. നമ്മുടെ അപ്പൂപ്പന്മാർ, മുത്തശ്ശിമാർ, പൂർവികർ, ഗുരുക്കന്മാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നമ്മെ സഹായിച്ചവർ, നമ്മെ ആശ്രയിച്ചവർ, അറിയപ്പെടാതെ പോയ ആത്മാക്കൾ, ചെറുപ്രായത്തിൽ മരണപ്പെട്ട കുഞ്ഞുങ്ങൾ, അങ്ങനെ ഈ ലോകത്ത് ജീവിച്ചിരുന്ന എല്ലാ ആത്മാക്കളെയും നന്ദിയോടെ സ്മരിക്കുന്ന ഒരു ദിവസമാണ് കർക്കിടകവാവ്. ഇവിടെ മറ്റൊരു മനോഹരമായ സന്ദേശമുണ്ട്. ഈ ബലി മനുഷ്യർക്ക് വേണ്ടി മാത്രം അർപ്പിക്കുന്നതല്ല. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന പക്ഷികൾക്കും മൃഗങ്ങൾക്കും മറ്റെല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥന കൂടിയാണ് ഇത്. അതുകൊണ്ടാണ് കർക്കിടകവാവ് ബലിയെ സമസ്ത ജീവജാലങ്ങൾക്കുള്ള സമർപ്പണം എന്ന് പറയുന്നത്. ബലി എന്ന വാക്കിന്റെ അർത്ഥം പോലും വളരെ മനോഹരമാണ്. അത് ഭക്ഷണം നൽകുക എന്നതിലുപരി നന്ദി പറയുക, സ്നേഹം പങ്കിടുക, ഒരിക്കലും മറക്കില്ലെന്ന് മനസ്സിൽ പറയുക എന്നതാണ്. നമ്മുടെ ജീവിതം ഇന്ന് ഇവിടെ എത്തിയത് നമുക്ക് മുൻപ് ജീവിച്ച അനേകം തലമുറകളുടെ പ്രയത്നവും അനുഗ്രഹവും കൊണ്ടാണ്. അതുകൊണ്ടാണ് വർഷത്തിൽ ഒരിക്കലെങ്കിലും അവരെ സ്നേഹത്തോടെ ഓർക്കാൻ നമ്മുടെ സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും കടൽ തീരത്ത് പോയി ബലിയർപ്പിക്കാൻ കഴിയണമെന്നില്ല. അങ്ങനെയെങ്കിൽ വീട്ടിൽ ഒരു വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാം. ദരിദ്രർക്ക് അന്നദാനം നടത്താം. പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണം നൽകാം. അതും ഈ ദിവസത്തിന്റെ ആത്മാവിനോട് ചേർന്ന ഒരു നല്ല പ്രവൃത്തിയാണ്. കർക്കിടകവാവ് മരിച്ചവരെ മാത്രം ഓർക്കുന്ന ദിവസമല്ല, നന്ദി പറയാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ദിവസമാണ്. നമ്മുടെ വേരുകളെ മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കുന്ന ദിനം. പൂർവികരുടെ അനുഗ്രഹം എന്നും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ജീവിതത്തിനും ഉണ്ടാകട്ടെ.